നമസ്കാരം പ്രിയമുള്ളവരെ. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് CPM-നെ സംബന്ധിച്ച്, അതിന്റെ അണികളെ സംബന്ധിച്ച് അപ്രാപ്യമായ നേട്ടങ്ങൾ നേടിക്കൊടുത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2 പ്രാവശ്യമാണ് ആ പാർട്ടി, ആ മുന്നണി അധികാരത്തിലെത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ അതാദ്യമായാണ് തുടർച്ചയായി ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുക എന്നത്. എന്തായാലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2021-ൽ തുടർഭരണം നേടിയതോടുകൂടി ആദ്യമായി തുടർഭരണം നേടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുഖ്യമന്ത്രി എന്ന പദവി പിണറായി വിജയനെ തേടിയെത്തി. അത് ആ മുന്നണിയെ സംബന്ധിച്ച്, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രമാണ് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ പിണറായി വിജയൻ ചരിത്രത്തിൽ അന്നോളം മറ്റൊരു രാഷ്ട്രീയ നേതാവിനും മറ്റൊരു CPM നേതാവിനും സംഭവിച്ചിട്ടില്ലാത്ത വിധം തിരിച്ചടികൾ ഏറ്റുവാങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവാണ് കൂടിയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം പിണറായി വിജയൻ ആ പാർട്ടിയെ നയിക്കുന്ന സമയത്താണ് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങിയത്. അതായത് രാജ്യസഭയിൽ ഒരു MPയെ പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് CPM-ന്റെ അംഗബലം ചുരുങ്ങുന്നത്. ഒപ്പം 2 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആ പാർട്ടിയെ നയിച്ചു. അതിൽ 2-ലും ഒറ്റ സീറ്റിലേക്ക് ആ പാർട്ടി ഒതുങ്ങി എന്നതും യാഥാർത്ഥ്യമാണ്. അതായത് പരാജയവും വിജയവും സമ്മിശ്രമായി കലർന്ന ഒരു രാഷ്ട്രീയ ജീവിത യാത്രയാണ് പിണറായി വിജയന്റെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാലത്ത് പിണറായി വിജയൻ പറയുന്നത് പോലെയായിരുന്നു ആ പാർട്ടിയിൽ നിയമങ്ങളും ചക്രങ്ങളും ഒക്കെ തിരിഞ്ഞിരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2ടെയും പൂർത്തിയാക്കിയ ആളുകൾ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു. ആരും മത്സരിച്ചില്ല. അങ്ങനെ സുധാകരനും തോമസ് ഐസക്കും ഒക്കെ ഒഴിവാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാർ മാത്രം മത്സരിച്ചു. 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ ആ നിയമം അദ്ദേഹം പാടെ മാറ്റുന്നു. അപ്പോൾ 2ാം ടേമിൽ 2ഉം 3ഉം ടേം ആയവർക്കൊക്കെ മത്സരിക്കാമെന്ന് പറയുന്നു. പാർട്ടിയുടെ വിജയമാണ് മാനദണ്ഡം എന്ന് പറയുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ജോയിയും ഉൾപ്പെടുന്ന ആളുകൾ 3ാമതും 4ാമതും ഒക്കെ പ്രാവശ്യം മത്സരിക്കുവാൻ ഇറങ്ങി. അതായത് പാർട്ടി നിയമങ്ങളൊക്കെ പിണറായി വിജയൻ അനുസരിച്ച് മറയുമൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നുപോയത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ പിണറായി വിജയന്റെ കണ്ടമിടർന്നു, അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്താ നിഗമനങ്ങളാണ് പ്രധാനമായും ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ബാലഗോപാൽ എന്ന് പറയുന്ന CPM-ന്റെ നിയമസഭയിലെ ഉപനേതാവ്, അദ്ദേഹം പിണറായി വിജയനോട് സഭയ്ക്ക് ഉള്ളിൽ വെച്ച് പരസ്യമായി തന്നെ, മാധ്യമങ്ങളൊക്കെ ആ ദൃശ്യം ഒപ്പിയെടുക്കുമ്പോൾ തന്നെ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ പറയണം, ഇങ്ങനെ നിരന്തരം മുഖ്യമന്ത്രി VD സതീശൻ്റെ മുന്നിൽ ഇരുന്ന് തേയരുത്, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞത്. അതായത് മിക്കപ്പോഴും VD സതീശന് മുമ്പിൽ നിഷ്ക്രിയനായി നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ വാക് സാമർത്ഥ്യത്തിന് മുമ്പിൽ നിഷ്ക്രിയനായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് പിണറായി വിജയനെ നമുക്ക് നിയമസഭയിൽ കാണുവാൻ സാധിച്ചത്. മിക്കപ്പോഴും പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ VD സതീശനെതിരെ ഉന്നയിക്കുമ്പോൾ, VD സതീശൻ ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ മറുപടി കൊടുക്കുമ്പോൾ വായടഞ്ഞു പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് മാറുന്നത് കണ്ടു. അതിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി MLA-മാരിൽ നിന്ന് തന്നെ ഉണ്ടായി. അങ്ങനെയാണ് രാജഗോപാൽ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ പറയണം നിയമസഭയിൽ എന്ന രീതിയിലേക്ക് ബാലഗോപാൽ പറഞ്ഞത്. അതായത് ഒരു കാലത്ത് ആ പാർട്ടിയെ നയിച്ച, അല്ലെങ്കിൽ ആ പാർട്ടിയിലെ ഏകശബ്ദമായിരുന്ന, ഏകഛത്രാധിപതിയായിരുന്ന പിണറായി വിജയനെതിരെ ആ പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ശബ്ദം ഉയരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ വിശകലന വിദഗ്ധരും അങ്ങനെയുള്ള ചർച്ചകളിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം വിഴിഞ്ഞൻ പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ മേധാവിത്വത്തെ, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവന്നതിനെയൊക്കെ എതിർക്കുന്ന വലിയൊരു വിഭാഗം അതിൽ പിടിച്ചു തൂങ്ങിയ പിണറായി വിജയനെതിരെ പടപ്പുറപ്പാട് നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും KK രാഗേഷ്, അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് CPM-ന്റെ, ഈ പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അത് അദാനിയുമായി ചേർന്ന് വലിയ രീതിയിലുള്ള അഴിമതിക്കാണ് എന്ന രീതിയിലുള്ള ആരോപണം KK രാഗേഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ PK ശ്രീമതിയും KK ശൈലജയും ഒപ്പം EP ജയരാജനുമൊക്കെ അത് നിഷേധിക്കുകയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ അവർ പറയുന്നത് അത് സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമാണ്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അധികാരത്തിൽ വരുമ്പോൾ അവർ ഇങ്ങനെ MD സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് മുഖ്യമന്ത്രി സതീശൻ്റെ ഒരു അഴിമതി ശ്രമമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതായത് പിണറായി വിജയനും ഒപ്പം KK രാഗേഷും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷുമൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലുള്ള
ഒരു പ്രതികരണം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നത് വി.ഡി. സതീശനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കാരണം അദ്ദേഹം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നായിരിക്കും ഇതിനൊക്കെതിരെ ഒരു പ്രതികരണം ഉണ്ടാകുക എന്നാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടി CPM-ന്റെ പ്രതിരോധം പോലും ആ പാർട്ടിക്കുള്ളിലെ ഭിന്നത കൊണ്ട് തകർന്നു പോകുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ മെനഞ്ഞാന്നുമായി നടക്കുന്ന ചർച്ചകളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും വി.ഡി. സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നതിന് മുമ്പ് മംഗലാപുരത്ത് നടത്തിയ ഒരു യാത്ര അത് അദാനിയുമായിട്ടുള്ള ചില ഡീലുകൾ ഉറപ്പിക്കാനാണ് എന്ന രീതിയിൽ CPM ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ നേരത്തെ അദാനി AKG സെൻറ്റർ സന്ദർശിച്ചിട്ടുണ്ട്, അത് ഡീൽ ഉറപ്പിക്കാനായിരുന്നു എന്ന മറു ചോദ്യം ഉയർത്താൻ CPM-ന് കഴിയുന്നുണ്ട്. എന്തായാലും CPM സംബന്ധിച്ച് അവർ വല്ലാതെ ഒരു ധർമ്മസങ്കടത്തിലേക്ക് കടന്നു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും CPM-ന്റെ മുൻനിര നേതാക്കന്മാർക്ക് ശേഷം ഒരു രണ്ടാം നിര അവരിൽ ഉയർന്നു വരുന്നില്ല. അത് നിയമസഭയിലും ഒപ്പം ചാനൽ ചർച്ചകളിലൊക്കെ ആ പാർട്ടിയെ വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഈ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങിച്ചു തിന്നിട്ട് മറ്റേ പണി കാണിച്ച ആളുകൾ അവരെ പറ്റിയൊക്കെ നിയമസഭാ ഇലക്ഷൻ്റെ പരാജയ സമയത്ത് പ്രതികരിച്ച MM മണിയെ പോലെയുള്ള നേതാക്കന്മാർ ആണ് പാർട്ടിയുടെ ശബ്ദമായി മാറുന്നതെങ്കിൽ ആ പാർട്ടി വീണ്ടും പ്രതിരോധത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു രണ്ടാം നിരയെ പാർട്ടി വളർത്തിയെടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് ആ പാർട്ടി പ്രതിരോധത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും CPM-ന്റെ ഒരു വിശകലനം ശരിയാണ്. CPM-ന്റെ ചില ജില്ലാ കമ്മിറ്റികൾ നടത്തുന്ന വിശകലനം ശരിയാണ്. ഗോവിന്ദൻ മാഷിനെ പോലെയുള്ള പാർട്ടി സെക്രട്ടറിമാർ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 100 പേർ ആ പാർട്ടി കൊഴിഞ്ഞു പോകുന്നു, ആ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന സങ്കല്പവും ശരിയാണ്, വിശകലനവും ശരിയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് അവരുടെ റിസർവ് ബെഞ്ച് പോലും വളരെ ശക്തമാണ്. രണ്ടാം നിര നേതാക്കന്മാർ, മൂന്നാം നിര നേതാക്കന്മാർ കോൺഗ്രസിൽ വലിയ ശക്തരായി വളർന്നു വരുന്നു എന്നാണ്. AD തോമസിനെ പോലെ, ആലപ്പുഴ MLA സൂരജിനെ പോലെയുള്ള MLA-മാരൊക്കെ വരുമ്പോഴും CPM-നെ സംബന്ധിച്ച് ഒരു രണ്ടാം നിരയും മൂന്നാം നിരയും അത് വലിയ അഭാവമായി തന്നെ നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ CPM-ന്റെ യുവ നേതാക്കന്മാർ പ്രകടിപ്പിച്ച ഒരു സാംസ്കാരിക മികവ് ഒന്നും ഇപ്പോഴുള്ള CPM-ന്റെ യുവ നേതാക്കന്മാർ പ്രകടിപ്പിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. വാർത്താ സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലുമൊക്കെ വലിയ പരാജയമാണ്. നല്ലതുപോലെ സംവാദിക്കുവാൻ കഴിയുന്നില്ല, സാംസ്കാരികമായി തന്നെ അവരുടെ മൂല്യമുയർത്തി സംസാരിക്കുവാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉയരുന്നുണ്ട് എന്നതും ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ച് അവരുടെ പ്രതിപക്ഷ നേതൃനിര തന്നെ അപ്പാടെ ഒരു പരിങ്ങലിലായിരിക്കുന്നു എന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ച് നിയമസഭയിൽ പോലും അവരുടെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയന് ശക്തമായി പ്രതികരിക്കുവാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി മുൻനിർത്തി നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും നിലപാടുകളിലൂടെ അടിയുറച്ചു നിന്നുകൊണ്ട് വലിയ മാറ്റങ്ങളിലേക്ക് CPM കടന്നുപോയില്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനത്തേക്ക് BJP പ്രതിഷ്ഠിക്കപ്പെടും എന്നൊരു ഭയം ഇന്ത്യയിലെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തെറ്റുതിരുത്തി CPM അതിൻ്റെ നേതൃനിരയിലെ അഭാവങ്ങൾ തിരുത്തിക്കൊണ്ട് വലിയ ഒരു രീതിയിൽ യുവജനങ്ങളെ ആ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ച് നിലനിൽക്കുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് തൽക്കാലം ഈ വീഡിയോയുടെ വിടവാങ്ങുകയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.